ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹബതിഹി വമൻവാല വബഅദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദ്. ഇന്ന് നമ്മൾ ഈ 50-ാം വചനത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരായി സ്വീകരിച്ച് ജീവിക്കാൻ അനുവാദം നൽകിയ വചനാണിത്. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞു. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുൻ വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക. നിങ്ങൾ മഹറുകൾ നൽകിയ ഭാര്യമാരെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക, താങ്കൾക്ക് അല്ലാഹു ഫൈആയി നൽകിയ, യുദ്ധാർജിത സ്വത്തുക്കളായി നൽകിയ മിൽക്കി യമീൻ, അടിമകളായിട്ടുള്ള സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. പിന്നെ വബനാത്തി അമ്മിക്, എന്താ വബനാത്തി അമ്മിക്, അത് നമ്മൾ പറഞ്ഞല്ലേ, നിങ്ങളുടെ അമ്മിൻ്റെ പെൺമക്കൾ. അമ്മിൻ്റെ പെൺമക്കൾ, അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതൃസഹോദരൻ്റെ പെൺമക്കൾ. പിതൃസഹോദരന്മാർ നമ്മളിവിടെ എഴുതിയത് 13 ആള്, 13ാമത്തെ അബ്ദുള്ള, 13 മക്കളായിരുന്നു. അൽ ഹാരിസ്, പിന്നെ അബൂ താലിബ്, സുബൈർ, അബ്ദുൽ കാബ, പിന്നെ അൽ മുഗീറ, ഗൈദാഖ്, പിന്നെ ദിറാർ, അബ്ബാസ്, കുസും, അബൂ ലഹബ്, ഹംസത്ത്, അൽ മുഖവ്വിം. ഇങ്ങനെ 13 പേർ. അതിൽ അബൂ താലിബിന് പെൺമക്കൾ ഉണ്ടായിരുന്നു. പിന്നെ അൽ അബ്ബാസ് എന്നവർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പെൺമക്കൾ ഉണ്ടായിരുന്നു. പിന്നെ സുബൈർ എന്നവർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നു. അബൂ ലഹബിനുണ്ടായിരുന്നു 12 പേര് അബൂ ലഹബിന്. പിന്നെ ഹംസത്ത് എന്നവർക്കും ഉണ്ടായിരുന്നു. സുബൈറിന് ദുബാ എന്ന മകൾ, അതേപോലെ തന്നെ ഉമ്മുൽ ഹക്കീം. നബി തങ്ങൾ നബിയായി വന്നതിൽ പിന്നെ ജീവിച്ചിരിപ്പുള്ളവർ ഇവരായിരുന്നു: ഹംസയും അബൂ താലിബും അബ്ബാസും അബൂ ലഹബും. ഇവരും ജീവിച്ചിരിപ്പില്ല, ബാക്കിയുള്ള ഒരു ജീവിച്ചിട്ടില്ല. അതിൽ ഹംസയും അബ്ബാസും ഇവർ രണ്ടാളും ഇസ്ലാം ആശ്ലേഷിച്ചു. അബൂ താലിബും അബൂ ലഹബും ഇസ്ലാം ആശ്ലേഷിച്ചില്ല. അബൂ താലിബ് ഇസ്ലാം ആശ്ലേഷിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചും ഇസ്ലാമിനെ സഹായിച്ചും വർത്തിച്ചു. അബൂ ലഹബ് ഇസ്ലാം ആശ്ലേഷിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായി വർത്തിച്ചു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന വചനം ഈ അബൂ ലഹബിലാണ് ഇറങ്ങിയത്. ഇയാളുടെ പേര് അബ്ദുൽ ഉസ്സ, അബൂ താലിബിന്റെ പേര് അബ്ദു മനാഫ്. താലിബ് എന്ന് പറയുന്ന മൂത്ത മകനിലേക്ക് ചേർത്താണ് അബൂ താലിബ്. ഇതിൽ ദുബാ, ഉമ്മുൽ ഹക്കീം, അബ്ബാസിന് ആരൊക്കെ പെൺമക്കൾ? ആമീന, സഫിയ, ഉമ്മു ഹബീബ, ഇങ്ങനെ 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. ആൺമക്കളും ഉണ്ട്, അവർക്ക് വേറെ ആൺമക്കളുണ്ട്. അബൂ താലിബിന് ജുമാന, ഫാഖീത്ത, ഇങ്ങനെ 2 പെൺമക്കൾ. ഈ ഫാഖീത്തയാണ് ഉമ്മു ഹാനി എന്ന പേരിൽ അറിയപ്പെട്ട വിശ്രുതയായ മഹിള. അബൂ ലഹബിന് ദുറ എന്ന് പറയുന്ന പെൺമകൾ ഉണ്ടായിരുന്നു. ദുറ, ഉത്ബയും ഉതൈബയും മിഅ്തബും ദുറയും അബൂ ലഹബിന്റെ മക്കളായിരുന്നു. ഇതിൽ ദുറ പെൺമകളാണ്. വബനാത്തി അമ്മിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മിന്റെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ ഇവരാണ് ഉദ്ദേശം. ഹംസക്ക് ഉമാറ, ഹംസ റളിയല്ലാഹു അൻഹു അബൂ ഉമാറ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അബൂ ഉമാറ, ഈ മകളിലേക്ക് ചേർത്തിട്ടാണ് ഉമാറ. അതിന് വേറെ പേര് പറയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ദുബാ, ഇവരാണ് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. ഇവരാണ് ഹജ്ജ് ചെയ്തപ്പോൾ രോഗിയാണ് പറഞ്ഞിട്ട് അവർ റസൂലുള്ളാഹി ചോദിക്കേണ്ട അവരോട്, നിങ്ങളെന്താ ഇഹ്റാമിൽ പ്രവേശിക്കാത്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ രോഗിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നുണ്ട്, യാ ദുബാ ഇഷ്തരീതി, ഷർത്ത് വെക്കാൻ പറയുന്നുണ്ട്.
അങ്ങനെ പിന്നെ ഇവരാണ് നിസ്ലാസ്ലം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി മിനൽ അർദ്, അള്ളാഹു നീ എന്നെ എവിടെ വെച്ച് തടയുന്നു അവിടെ വെച്ച് ഞാൻ വിരമിക്കും എന്ന് പറയുന്നത് ഈ ദുബായെ കുറിച്ച് ഇതാണ് അല്ലേ. ഇവരാണ് പിന്നെ വിഷയത്തിൽ പിന്നെ എല്ലാവർക്കും ഉള്ള ഹുക്മ് തടയപ്പെടുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഷർത്ത് വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറയുന്ന ഹദീസ് ഇവരുടെ വിഷയത്തിലാണ്. ഈ ദുബായും ഉമ്മു ഹക്കീമും ഫാത്തിമ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയും ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അവിടെ യുദ്ധാർജ സ്വത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവർ മൂന്നാളും ദുബായും ഉമ്മു ഹക്കീമും ഫാത്തിമയും റസൂലുള്ളാഹിന്റെ പുത്രിയും അങ്ങനെ അവർക്കൊരു സേവകനെ ചോദിച്ചിട്ടാണ് പോകുന്നത്. വീട്ടുവേലക്ക് ഒരു സേവകനെ ചോദിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അത് ഞാൻ ബദറിലെ യതീമുകൾക്ക് നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് തരാൻ പറ്റൂല. ബദറിലെ യതീമുകൾ അവരാണ് കൂടുതൽ ആവശ്യക്കാരെന്ന് പറഞ്ഞിട്ട് ഇവർക്കാണ് റസൂലുള്ളാഹി തുസബ്ബിഹന ദുബറ കുല്ല സലാത്തിൻ 33 തസ്ബീഹ വ 33 തഹ്മീദ و33 تكبيرة ولا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير എന്ന് പഠിപ്പിക്കുന്ന ഇവരാണ്. ഈ ദുബായെയും ഉമ്മുൽ ഹക്കീമിനെയും ഫാത്തിമയെയും ഇവർ മൂന്നാളാണ് ചെന്നത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. അപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം 33 തവണ തസ്ബീഹ് അല്ല, 33 തവണ തക്ബീർ ചെല്ല, തഹ്മീദ് ചെല്ല, അൽഹംദുലില്ലാ, 33 തവണ അല്ലാഹു അക്ബർ ചെല്ല, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് 100 പൂർത്തിയാക്കുക. അതാണ് നിങ്ങൾക്ക് എന്തിനു പകരം, നിങ്ങൾക്ക് ഒരു സേവകന് പകരം എന്ന് പറഞ്ഞിട്ട് ഈ 3 പേരെയും ദുബാ, ഉമ്മു ഹക്കീം, ഫാത്തിമ ഇവരെ റസൂലുള്ളാഹി പഠിപ്പിച്ചു എന്നാണ്. ഏതായാലും അതാണ് ദുബാ. പിന്നെ ആമിന, സഫിയ, ഉമ്മു ഹബീബ ഇവരുടെ ചരിത്രം അത്ര ഇതല്ല. ജുമാന അതേപോലെ തന്നെ ഫാഖിത്ത ഒരു മാറൂഫാണ് ഇവരുടെ ചരിത്രം. ഉമറ അവര് പിന്നെ സന്തതികളില്ല, അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് പിന്മുറക്കാരില്ല. കാരണം ആകെ മകളാണ് ഉണ്ടായിരുന്നത്. ഈ മകള് അവർക്ക് മക്കളുണ്ടായിട്ടില്ല. അതിന് മുമ്പ് അവർ മരിക്കുക ചെയ്ത്. ഇവരെ റസൂലുള്ളാഹിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, ഇവര് റസൂലുള്ളാഹിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. കാരണം അബ്ബാസും ഹംസയൊക്കെ റസൂലുള്ളാഹിന്റെ മുലകുടി ബന്ധത്തിൽ സഹോദരികളാണ്. അതേപോലെ തന്നെ ഈ ദുർറയും അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല. അതേസമയം ദുബാ, ഉമ്മുൽ ഹക്കീം, ജുമാന, ഫാഖിത ഇവര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വബനാതി അമ്മിക്, നിങ്ങളുടെ അമ്മിന്റെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ ആ അമ്മിന്റെ പെൺമക്കൾ ഇവരൊക്കെയാണ്. അതിൽ തന്നെ വിവാഹം ചെയ്യാൻ അവസരമുള്ളത് അബ്ബാസ് സുബൈർ എന്നിവരുടെ 2 പെൺമക്കൾ, അതേപോലെ അബൂ താലിബിന്റെ 2 പെൺമക്കൾ ഇവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്തില്ല, അവർക്ക് അള്ളാഹു അവരെ കല്യാണം കഴിക്കാൻ അനുവദിച്ചിട്ട് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, അവരെ വിവാഹം കഴിച്ചിട്ടില്ല. ഇനി ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോയിട്ടുണ്ട്. നിങ്ങളുടെ അമ്മാത്തിന്റെ പെൺമക്കൾ, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മായിമാർ, വാപ്പാന്റെ സഹോദരങ്ങൾ, അതാണ് സഹോദരികൾ, വാപ്പാന്റെ സഹോദരികൾ, അതാണ് അമ്മാത്ത്. റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ സഹോദരികൾ ഒന്ന് ഉമ്മുൽ ഹക്കീം എന്നിവരാണ്. അവർക്ക് ബൈദ എന്ന് പറയും. പിന്നൊന്ന് അർവ, പിന്നൊന്ന് ഉമൈമ, പിന്നൊന്ന് ആതിക, പിന്നൊന്ന് സഫിയ, പിന്നൊന്ന് ബറ. ഇവർക്ക് അൽ ബൈദ എന്നും പറയും. ഇവരാണ് ബൈദ എന്ന പേരിലാണ് ഒരു പ്രസിദ്ധ ഉമ്മുൽ ഹക്കീം അൽ ബൈദ. ഇതിൽ ഈ അമ്മായിമാരിൽ സൈനബ് ബിൻത് ജഹ്ഷ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. സൈനബ് ബിൻത് ജഹ്ഷ് അത് നമ്മൾ പറഞ്ഞത്. സെയ്ദ് റളിയല്ലാഹു തആല വിവാഹം കഴിച്ചിട്ട് വിവാഹമോചനം നടത്തിയ മഹദി. ഈ സഫിയ, അതുപോലെ തന്നെ ഇവിടെ ഹംസ, ഇവർ പൂർണ്ണ സഹോദരങ്ങളാണ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളല്ലേ 13 പേര്, അബ്ദുള്ള അടക്കം 13 പേര്. ഇവരൊക്കെ ഒരു മകല്ല, പല മാർക്കളാണ്. അൽ ഹാരിസ് എന്ന് പറയുന്ന മൂത്ത മകൻ സമുറ എന്നുള്ള ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ളയും അബൂ താലിബും അതേപോലെ തന്നെ ആതികയും, അബ്ദുള്ള, അബൂ താലിബ്, ആതിക റസൂലുള്ളാഹിന്റെ പേര്. അവരുടെ ഉമ്മ മഖ്സൂമിയത്താണ്, ഫാത്തിമ ബിൻത് ആയിദ് അൽ മഖ്സൂമിയ എന്ന് പറയുന്ന മഹദിയാണ്. സഫിയയും ഹംസയും അബ്ദുൽ മുത്തലിബിന് ഹാല ബിന്ത് ഊഹൈബ് എന്ന മഹദിയിലാണ്. ഹാല ബിന്ത് ഊഹൈബ് എന്ന് പറയുമ്പോൾ ആരാ? ആമിന ബിന്ത് വഹബ് അല്ലെ? ആമിന ബിന്ത് വഹബ്, വഹബിന്റെ സഹോദരൻ ഉഹൈബിന്റെ മകൾ ഹാലയാണ് അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ, ഒരു ഭാര്യ. അവരിലാണ് ഈ പിന്നെ 2 മക്കൾ. ഏതായാലും
നമ്മൾ അതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളല്ല. പക്ഷേ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കാരണത്താൽ നബിയുമായി ബന്ധപ്പെട്ടവരൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അവരോടൊന്നുള്ള ബന്ധമല്ല നമുക്കെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ ബന്ധമാണ്, നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ നബിയുമായി ബന്ധപ്പെട്ടതൊക്കെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. ഇവിടെ ഈ റസൂലുള്ളാഹിന്റെ അമ്മായിമാർ ഉമ്മുൽ ഹക്കീം, അർവ, ഉമൈമ, ആതിക, സഫിയ, ബർറ, ഈ 6 പേർ അവരുടെ പെൺമക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു, അവരെ കല്യാണം കഴിക്കാൻ അനുവാദം നൽകി. അപ്പോൾ ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കൾ അന്യോന്യം കല്യാണം കഴിക്കാം, സഹോദരിമാരുടെ മക്കൾ അന്യോന്യം എന്ത് ചെയ്യാം, അമ്മാൻ കഴിക്കാം. അപ്പോൾ നിങ്ങളുടെ അമ്മായിമാരുടെ പെൺമക്കളും നിങ്ങൾ കല്യാണം കഴിക്കാൻ അള്ളാഹു പറയാണ് അനുവാദം നൽകിയിരിക്കുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വചനം ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ അമ്മായിമാരിൽ മക്കൾ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ സൈനബ് ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചാണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ കല്യാണമാണത്. ഈ ആയത്ത് പ്രകാരം റസൂൽ എന്ത് ചെയ്തിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല. അനുവാദം വന്നതിന് ശേഷം വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ ബനാത്തി ഖാലിഖ്, റസൂലുള്ളാഹിന്റെ ഖാലിന്റെ പെൺമക്കൾ. ഖാൽ എന്ന് പറഞ്ഞാൽ ഉമ്മന്റെ സഹോദരൻ. ഓ ബനാത്തി ഖാലാത്തിക്, പിന്നെ മാതൃ സഹോദരിമാരുടെ പെൺമക്കൾ, താങ്കളുടെ മാതൃ സഹോദരിമാരുടെ പെൺമക്കൾ. റസൂലുള്ളാഹിക്ക് ഖാൽ എന്ന പേരിൽ ഒരാൾ അറിയപ്പെട്ടില്ല. റസൂലുള്ളാഹിക്ക് ഖാൽ എന്ന പേരിൽ നേരെ ഉമ്മക്കൊരു സഹോദരൻ അറിയപ്പെട്ടില്ല. അതേസമയം ഇവിടെ ഉദ്ദേശം ഈ ബനു സുഹ്റയിൽ റസൂലുള്ളാഹിന്റെ ഉമ്മാന്റെ കുടുംബം സുഹ്റയാണ്. സുഹ്റ ആണ് കുടുംബ പേര്, ബനു സുഹ്റ. ഈ സുഹ്റ റസൂലുള്ളാഹിന്റെ ഉമ്മന്റെ പിതാക്കളിൽ ഒരാളാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മ ആരാ? ആമിന, അല്ലേ? ആമിന ബിന്തു വഹബ് ഇബിൻ അബ്ദു മനാഫ് ഇബിന് സുഹ്റ ഇബിന് കിലാബ് ഇബിന് മുറ, ഇങ്ങനെയാണ്. കിലാബ് ഇബിന് മുറത്ത് ബിന് കാബ് ബിന് ലുഅയ് ബിന് ഗാലിബ് ബിന് ഫിഹ്ർ ബിന് മാലിക് ബിന് നദർ ബിന് കിനാന, അങ്ങനെ പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പന്മാരിൽ കിലാബിലാണ് എന്ത് ചെയ്തിട്ട് ഈ പിതൃ പരമ്പര കണ്ടുപിട്ടുന്നത്. ഈ സുഹ്റയിലേക്ക് ചേർത്താണ് ബനു സുഹ്റ. ഇവിടെ ഉദ്ദേശം വ ബനാത്തി ഖാലിഖ്, നിങ്ങളുടെ മാതൃ സഹോദരന്മാരുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനു സുഹ്റയിൽപ്പെട്ട സ്ത്രീകളാണ്. നിസാസങ്ങൾ നേരിട്ടൊരു ഖാൽ, ഉമ്മന്റെ സഹോദരനെ അറിയപ്പെട്ടിട്ടില്ല. അതേസമയം വബനാത്തി ഖാലാത്തിക്, ഖാലാത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മാതൃ സഹോദരിമാർ 2 പേരും അറിയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഫുറൈഅ, പിന്നെ ഒന്ന് ഫാഖിത. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫാഖിത ബിന്തു വഹബ്, ഫുറൈഅ ബിന്തു വഹബ്, ഇങ്ങനെ 2 പേർ. പിന്നെ ആമിന ബിന്തു വഹബ്, റസൂലുള്ളാഹിന്റെ അമ്മ ആമിന ബിന്തു വഹബ്, 3 സഹോദരിമാരാണ്. ഈ ഖാലാത്ത്, നിങ്ങളുടെ ഖാലാത്തിന്റെ പെൺമക്കൾ, നിങ്ങളുടെ ഖാലിന്റെ പെൺമക്കൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഹ്രിയാത്ത്, ബനു സുഹ്റയിൽപ്പെട്ട സ്ത്രീകളാണ് ഉദ്ദേശം. അവരെ കല്യാണം കഴിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയതാണ്. ഓ ബനാത്തി അമ്മിക, ഓ ബനാത്തി അമ്മാതിക, ഓ ബനാത്തി ഖാലിക, ഓ ബനാത്തി ഖാലാത്തിക്. ഇവിടെ അമ്മിക്, ഇത് ഏകവചന ബഹുവചന? അമ്മ ആമാമാണ്. അമ്മ ഏകവചനല്ലേ? അമ്മ. അതേപോലെ ഖാൽ എന്താ? ഏകവചനാണ്. അമ്മാത്ത് ബഹുവചനാണ്. ഖാലാത്ത് അതും ബഹുവചനാണ്. ഒരമ്മ മാത്രമല്ലല്ലോ, പിന്നെ അമ്മമാരല്ലേ? അമ്മാത്ത് ശരിയാണ്, 6 അമ്മാത്ത് ഉണ്ട്. അതേപോലെ ഖാൽ എന്ന് പറഞ്ഞാൽ ബനു സുഹ്റയിൽപ്പെട്ട പുരുഷന്മാരാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ പെൺമക്കൾ. അപ്പോൾ അവിടെ കുറേ ഖാലുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെക്കുറിച്ചാണ് എൻ്റെ ഖാലാണെന്ന് പറഞ്ഞത്? ഹാദാ ഖാലി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അഭിമാനം പറയാറുണ്ട്. ഹാദാ ഖാലി. ആരാ? സഅദ് ബിൻ അബി വഖാസ് ഉണ്ടല്ലോ, സഅദ് ബിൻ അബി വഖാസ് ഇബ്നു വുഹൈബാണ്. റസൂലുള്ളാഹിന്റെ മാമിയായുടെ എളാപ്പയാണ് വുഹൈബ്. അതിൻ്റെ മകനാണ് ആര്? സഅദ് റളിയല്ലാഹു അൻഹു പേരമകൻ. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ കാണുമ്പോൾ പറയും ഹാദാ ഖാലി എന്ന് പറയും, ഇതാണ് എൻ്റെ ഖാൽ എന്ന് പറയും. അങ്ങനെ ഖാൽ എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹിക്ക് നേരിട്ട് ഖാലില്ല, റസൂലുള്ളാഹിക്ക് ആമിനയുടെ നേരിട്ട സഹോദരങ്ങളില്ല. അതുകൊണ്ടാണ് ഹാദാ ഖാലി ഫൽയൻദുർ അഹദുക്കും
അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹാലിനെ കാണിച്ചു തരൂ എന്നൊക്കെ റസൂലുള്ള പറയാറുണ്ട്. അതിന്റെ കാരണം ഇതാണ്. ഏതായാലും ബനൂ സുഹ്റയിൽപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു ഒരു മകളില്ല, ആയിഷ. പക്ഷെ റസൂലുള്ളാഹിനെ കണ്ടെത്തിയിട്ടില്ല കേട്ടോ. ആയിഷ എന്നവർ ഏതായാലും ബനൂ സുഹ്റയിലെ മക്കൾ. അവിടെ അതിൽ കുറെ ആണുങ്ങളുണ്ട്. പക്ഷെ ഖാൽ എന്നാ പ്രയോഗിച്ചത്. ഖാൽ എന്ന് പറഞ്ഞാൽ ഏകവചനാണ്. അതിന്റെ ബഹുവചനം എന്താ? ഖാലിന്റെ ബഹുവചനം അഖ്വാൽ. ഖാലാത്ത് അത് ഖാലത്തിന്റെ ബഹുവചനം. ഖാലത്ത് ഏകവചനം, ഖാലത്ത് ഏകവചനം, ഖാലാത്ത് ബഹുവചനം. ഈ ഖാൽ ഏകവചനം, അഖ്വാൽ ബഹുവചനം. ഖാൽ എന്ന് പറയും ഈ എന്തിന് കവിളിലെ പിന്നെ ബ്ലാക്ക് മോളല്ലേ, അതിന് ഖാൽ എന്ന് പറയും. കവിളിലെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഈ ഖാൽ എന്ന് പറയും. ഈ നമ്മളെ ശരീരത്തിലെ എന്തായാലും പറയാ കാക്കപ്പുള്ളി, കാക്കപ്പുള്ളിക്ക് ഖാൽ എന്ന് പറയും. അപ്പോൾ ഒരിക്കൽ ഒരു സ്ത്രീ, അവർ നല്ല ശാരീരിക കാന്തിയുള്ള നല്ല സുന്ദരിയായ സ്ത്രീയാണ്, വെളുത്ത ഒരു സ്ത്രീയാണ്. അവരുടെ കവിളത്തൊരു ഖാൽ ഉണ്ടായിരുന്നു എന്നാണ്. ഖാൽ നല്ല കാക്കപ്പുള്ളി. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയെ ഒരു പിന്നെ സാഹിത്യകാരനുണ്ട്, അയാളുടെ പേര് ജാഹിബ് എന്നാണ്. ജാഹിബ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സാഹിത്യകാരനാണ്, ബുദ്ധിരാക്ഷസനാണ്. അദ്ദേഹത്തിന് അൽ ബുഖല എന്ന് പറഞ്ഞ കിതാബുണ്ട്. അൽ ബുഖല ഭയങ്കര ഗംഭീരമായ രചനയാണ്. ജാഹിബിനെ പോലെ ഒരു എഴുത്തുകാരന് ചരിത്രത്തിൽ ചിലപ്പം പല വിഷയങ്ങളും അസാധ്യം എന്ന പോലെയാണ്. നല്ല ബുദ്ധിരാക്ഷസനാണ്. പക്ഷെ ശാരീരികമായിട്ട് അദ്ദേഹം ഭയങ്കര വികൃതമായിരുന്നു. ശാരീരികമായിട്ട് ഭയങ്കര വികൃതം, ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പെണ്ണ് ഒരു കൊത്തുപണി എടുക്കുന്ന ഒരാളെടുത്ത് എന്നിട്ട് ജാഹിദിനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇയാളെപ്പോലെ ഉണ്ടാക്കിയാൽ മതിയാണ്, ഇതേപോലെ കൊത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓള് പോയി പറഞ്ഞു. അപ്പോൾ ഈ ജാഹിദ് തന്നെ അത്ഭുതപ്പെട്ട് ഇന്ത രൂപത്തിൽ കൊത്താൻ പറയുന്നത്, കൊത്തി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ജാഹിദ് ചോദിച്ചു തന്നെ അയാളോട്, കൊത്തുപണിക്കാരനോട്, എന്താണ് ഓള് ഉദ്ദേശിച്ചത്? അവൻ ഓക്ക് ഷെയ്ത്താന്റെ രൂപം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഷെയ്ത്താനെ കണ്ടിട്ടില്ല. അപ്പൊ ഒരാളെ കാണിച്ചു തരാൻ, അങ്ങനെ ഓള് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാണ്ട് നിങ്ങളെ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. ജാഹിദ് എഴുതിയത് അത്ര ശാരീരികമായിട്ടൊരു ചില ഭിന്ന ശേഷിയും അതേപോലെ തന്നെ പരിമിതികളുള്ള ആളായിരുന്നു ജാഹിദ്. കണ്ണ് ഇങ്ങനെ കുഴിഞ്ഞു പോയത് കാരണത്താലാണ് ജാഹിദ് എന്ന് തന്നെ വിളിക്കപ്പെട്ടത്, അയാളുടെ പേരതല്ല. ഏതായാലും പിന്നെ അയാളാണ് ഇത് കാണുന്നത്, മറ്റേ ആദ്യം പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അയാൾ ആശ്ചര്യചിത്തനായിട്ട് ചോദിച്ചു, മസ്മുഖി, എൻ്റെ പേരെന്താ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ബക്ക എന്ന് പറഞ്ഞു. എന്താ ബക്ക മക്കന്റെ മറ്റൊരു പേരല്ലേ, ലല്ലദീ ബി ബക്കത മുബാറക്കൻ, ബക്ക. അപ്പോൾ അയാൾ പ്രാർത്ഥിച്ചു എന്നാണ്, പിന്നെ അള്ളാഹുവിൻ ബക്ക സന്ദർശിക്കാനും ഹജറുൽ അസ്വദ് മുത്താനും എനിക്ക് അവസരം തരണേന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പൊ അവള് പറഞ്ഞു എന്നാണ്, അവളും ചില്ലറ കാര്യമല്ല, അവളെ ആയത്ത് ഓതി പറഞ്ഞു, ഇലൈക്കാന്നി അമാ സമീഅത ഖൗലഹു തആല വമാ അൻതും ബിബാലിഗീഹി ഇല്ലാ ബിശഖിൽ അൻഫുസ്. മക്കയിലേക്ക് പോകുന്നതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. വമാ അൻതും ബിബാലിഗീഹി, നിങ്ങൾ മക്കയിലേക്ക് എത്തൂല, ഇല്ലാ ബിശഖിൽ അൻഫുസ്, ഭയങ്കര സാഹസപ്പെട്ടല്ലാതെ, പ്രയാസം താണ്ടിയല്ലാതെ എന്ന് മക്കന്റെ വിഷയത്തിലുള്ള പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനില്. മക്കയിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയില്ല, ഇല്ലാ ബിശഖിൽ അൻഫുസ്, സാഹസപ്പെട്ടല്ലാതെ എന്ന് ആയത്തുള്ളതി എന്നാണ്. മാറി നിന്നോ, അള്ള പറഞ്ഞിട്ടില്ലേ ബക്കയിലേക്ക് എത്തണമെങ്കിൽ സാഹസപ്പെട്ടല്ലാതെ കഴിയില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഈ ഹജറുൽ അസ്വദ് മുത്താൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞു. ഏതായാലും ഖാൽ അവിടെ വായിക്കും, ഫി ഖദ്ദിഹാ ഖാലുൻ, അവരുടെ ഖദ്ദിൽ ഒരു ഖാൽ ഉണ്ടായിരുന്നു. ഖാൽ എന്ന് പറഞ്ഞാൽ എന്താ, അമ്മാവനുണ്ടായിരുന്നു എന്നല്ല, പിന്നെ അവിടെ ഉദ്ദേശം ഈ ബ്ലാക്ക് മോൾ. വബനാതി ഖാലിക വബനാതി ഖാലാതിക, നിങ്ങളുടെ ഖാലിന്റെ പെൺമക്കളെയും ഖാലാത്തിന്റെ പെൺമക്കളെയും നിങ്ങൾക്ക് അള്ള പറയണം, നാം നിങ്ങൾക്ക് ഇന്ന അഹ്ലൽനാ ലക്, തീർച്ചയായും നാം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അല്ലാത്തി ഹാജർന മഅക, ഇവിടുത്തെ വിഷയം അല്ലാത്തി, എങ്ങനെയുള്ളവരാണ് അവർ? ഈ ബനാത്തുകൾ എങ്ങനെയുള്ളവരാണ്? അല്ലാത്തി അവർ, ഹാജർന മഅക, ഹാജർന അവർ ഹിജറ വന്നിരിക്കുന്നു, മഅക താങ്കളുടെ കൂടെ, താങ്കളുടെ കൂടെ ഹിജറ ചെയ്തവരായ, താങ്കളുടെ
മാതൃ സഹോദരിയുടെ പെൺമക്കൾ, മാതൃ സഹോദരങ്ങളുടെ പെൺമക്കൾ, ബനു സുഹറയിലെ സ്ത്രീകൾ, അതാണ് ഉദ്ദേശം. പിന്നെ താങ്കളുടെ പിതൃ സഹോദരികളുടെ പെൺമക്കൾ, താങ്കളുടെ പിതൃ സഹോദരങ്ങളുടെ പെൺമക്കൾ. അത് നേരിട്ട് ഇവരാകാം. ഇതേപോലെ സുഹരിയാത്ത് എന്ന പോലെ കുറേശികളായ സ്ത്രീകളാണ് ഉദ്ദേശം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവരെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ അല്ലാത്തി ഹാജർന മഅക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ ഇസ്ലാം ആശ്ലേഷിച്ചവരാണ് ഉദ്ദേശം. ഇവരിൽ ഇസ്ലാം ആശ്ലേഷിച്ച് ഹിജറ പോയവർ, റസൂലുള്ളാഹിന്റെ കൂടെ ആദർശത്തിന് വേണ്ടിയിട്ട് അവരുടെ സർവസ്വവും മക്കയിൽ ത്യജിച്ച് ആദർശവുമായിട്ട് അവർ ഹിജറ പോയവർ എന്നാണ്. റസൂലുള്ളാഹിന്റെ കൂടെ മഅക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുതാബഅത്താണ് ഉദ്ദേശം. റസൂലുള്ളാഹിന്റെ കൂടെയാകാം, മഅഹു ആകാം, ഒപ്പമാകാം, അല്ലെങ്കിൽ ഖബ്ലഹു റസൂലുള്ളാഹി ഹിജറ പോകുന്നതിന് മുമ്പ് പോയവരാകാം, അല്ലെങ്കിൽ ബഅദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയതിന് ശേഷം പോയവരാകാം. മനസ്സിലായില്ലേ? ഇവിടെ ഉദ്ദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോവുക എന്നുള്ളത് അല്ലല്ലോ. ആരാ റസൂലുള്ളാഹിന്റെ കൂടെ പോയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആയിഷയും സൗദയും റളിയല്ലാഹു അൻഹും അവര് വരെ റസൂലുള്ളാഹി പോയിട്ട് പിന്നെ പോയത്. അപ്പോൾ ഇവിടെ കൂടെ മാഹു പറഞ്ഞാൽ കൂടെ ഹിജറ പോയവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ശാരീരികമായിട്ടൊപ്പം സഹവസിച്ചവർ എന്ന അർത്ഥത്തിലല്ല. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് ഒന്നുകിൽ മുമ്പ് അല്ലെങ്കിൽ ശേഷം ഹിജറ പോയവർ, അങ്ങനെയുള്ള മഹദികൾ. അന്ന് ഹിജറ പോകൽ, അക്കാലത്ത് ഹിജറ പോകൽ എന്താ? മക്ക ഫതഹിന് മുമ്പ് ഹിജറ പോകൽ എന്തായിരുന്നു? മദീനയിലേക്ക് നിർബന്ധമായിരുന്നു. മക്ക ഫതഹാവുന്നതിന് മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകൽ നിർബന്ധമായിരുന്നു. ആ പ്രാധാന്യം, ഹിജറക്കുള്ള പ്രാധാന്യത്തെ ധ്വനിപ്പിക്കാനാണ് ഈ പ്രയോഗം, അല്ലാത്തി ഹാജർന മഅക. പിന്നെ വംറഅത്തുൻ മുഅ്മിനത്തുൻ വഹബത് നഫ്സഹാ ലിന്നബി വംറഅത്തൻ മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദ النبي أن يستنكحها خالصة لك من دون المؤمنين. വംറഅത്തൻ മുഅ്മിനതൻ വിശ്വാസിനിയായ സ്ത്രീയെയും, വംറഅത്തൻ ഒരു സ്ത്രീയെയും, ഇന്നഹ്ലന ലക നാം താങ്കൾക്ക് അനുവദിച്ചിരിക്കുന്നു. ആ സ്ത്രീ മുഅ്മിനതൻ എങ്ങനെയുള്ള സ്ത്രീയാണ്? വിശ്വാസിനിയായ സ്ത്രീയാണ്. വംറഅത്തൻ മുഅ്മിനതൻ വിശ്വാസിനിയായ സ്ത്രീയെയും വിവാഹം കഴിക്കാൻ നാം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അതിന് രണ്ട് ഷർത്തുണ്ട്. ഒന്ന്, ഇൻ വഹബത് നഫ്സഹാ ലിന്നബി, ആ സ്ത്രീ തന്നെ വഹബ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്താൽ, വഹബത്ത് ദാനം ചെയ്തു, നഫ്സഹ അവൾ സ്വന്തത്തെ, ആർക്ക്? ലിന്നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഒരു സ്ത്രീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയായി സമർപ്പിച്ചാൽ. രണ്ടാമത്തെ നിബന്ധന, ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹ. എന്താ? ഇൻ അറാദൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ യസ്തൻകിഹഹ അവരെ നിക്കാഹ് ചെയ്യാൻ. അപ്പോൾ ആ മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്യുവാൻ, യസ്തൻകിഹു എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്ത് സ്വീകരിക്കുക, ഭാര്യയായി സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നിക്കാഹ് ഉദ്ദേശിക്കുകയും ആയാൽ, അപ്പോൾ ഒരു മഹദി വന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, തിരുദൂതരെ നിങ്ങൾ എന്നെ അങ്ങയുടെ ഭാര്യയായി സ്വീകരിക്കണം എന്ന് പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയുമാണ് എങ്കിൽ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായിട്ട് ഭാര്യയായിട്ട് ജീവിക്കാം. നിക്കാഹ് വേണം, പക്ഷെ മഹർ വേണ്ടതില്ല. കാരണം മഹർ തനാസുൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ പറയുന്നത് മഹർ വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയാണ്. റസൂൽ അവരെ നിക്കാഹ് ചെയ്യുകയുമാണ് എങ്കിൽ അവരോടത്ത് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചാണ്. ചില മഹദികൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് ഇസിയ എന്ന് പറയും. ഇസിയ, അവരുടെ പേര് ഉമ്മു ഷരീഖ്. അതേപോലെ തന്നെ ഖൗല ബിൻത് ഹക്കീം, പിന്നൊന്ന് ലൈല ബിന്തുൽ ഹുതൈം. ഇവരാണ് അൽ വാഹിബാത്ത്. എന്താ അൽ വാഹിബാത്ത് എന്ന് പറഞ്ഞാൽ പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതാണ് വഹബത്ത് നഫ്സഹ, ഇതാണ് അൽ വാഹിബാത്ത്. സ്വന്തത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇണകളായി സമർപ്പിച്ചവർ, അൽ വാഹിബാത്ത്. ഇസിയ, ഉമ്മു ശുറൈഖ്, ഖൗല ബിന്തുൽ ഹക്കീം,
ബരീസിയ ഉമ്മു ശുറൈഖ് അൽ അസദിയ ഖൗല ബിൻത് ഹക്കീം അസ്സുലമിയ, പിന്നെ ലൈല ബിൻതുൽ ഹുതൈം. എനിക്ക് തോന്നുന്നത് ഈ ലൈല ആയിരിക്കും നമ്മൾ ചരിത്രം വായിക്കുന്നതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവർ പറയാണ്, തിരുദൂതരെ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. അന്ന് മസ്ജിദ് നബിയിലെ ആളുകളാണ്, മസ്ജിദ് നബിയിലെ ആളുകൾ ഇരിക്കുകയാണ്. അവർ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. അവർ വളരെ നിർധനയായൊരു സ്ത്രീയായിരുന്നു, സാധു സ്ത്രീയായിരുന്നു. റസൂലുള്ളാഹി അവരെങ്ങനെ നോക്കി, പിന്നെ റസൂലുള്ളാഹി തലതാഴ്ത്തി നിന്നു. റസൂലുള്ളാഹി ഒന്നും പ്രതികരിച്ചില്ല, തലതാഴ്ത്തി നിന്നു. അപ്പോൾ കൂട്ടത്തിലൊരാൾ ഈ അവർ പറയുന്നത്, റസൂൽ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ലെങ്കിൽ ഞാൻ അവരെ വിവാഹം കഴിക്കാമെന്ന് പറയാം. നിങ്ങളവരെ വിവാഹം റസൂലുള്ളാഹി അവരിൽ ആവശ്യമില്ലാത്ത പോലെയാണ് തലതാഴ്ത്തി നിന്നത്. അപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാൻ ആവശ്യമില്ലെങ്കിൽ ഞാൻ അവരെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, മാ അക്കമിനൽ മഹർ, അവരെ കല്യാണം കഴിക്കണമെങ്കിൽ നിൻ്റെ കൂടെ എന്താ മഹർ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്കൊന്നുമില്ല. അയാൾ കുറേ ആലോചിക്കുകയാണ്, എന്താണ് മഹർ കൊടുക്കുന്നത് ആലോചിക്കുകയാണ്. ഒന്നുമില്ല. അപ്പോഴാണ് റസൂൽ വീട്ടിൽ പോയി നോക്കാൻ പറയുന്നത്. ആ വീട്ടിൽ പോയി നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ പറയും, ദിൽത്തമിസ് വലവ് ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിൻ്റെ മോതിരെങ്കിലും അന്വേഷിക്കാൻ പറയുന്നു. അയാൾക്ക് അതുമില്ല. അവസാനം അയാൾക്ക് കുപ്പായം ഉണ്ടായില്ല, ഒരു തുണി മാത്രമേ ഉള്ളൂ. തുണി മാത്രം എടുത്തൊരു മനുഷ്യനാ. അപ്പോൾ അയാൾ അയാൾക്ക് ഓർമ്മ ഈ തുണി ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മഹറില്ലാതെ എങ്ങനെ? അപ്പോൾ അയാൾ പറയുന്നു, ഈ തുണി ഞാൻ ഇതിൻ്റെ തുണിൻ്റെ പകുതി കൊടുത്തോളാന്ന് പറയുന്നു. പകുതി കൊടുത്തോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ തുണി പകുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഔറത്തും അറിയാനുമില്ല, അവർക്കും ഔറത്തും അറിയാനില്ല. അവർക്കും ഒരു വസ്ത്രത്തിന് പര്യാപ്തമല്ല, നിങ്ങളുടെ ഔറത്തും അറിയാം, പിന്നെ ആ പകുതി കഷ്ണം നിങ്ങൾക്ക് പര്യാപ്തമല്ല. അപ്പോൾ റസൂൽ അയാളോട് ചോദിക്കാണ്, പിന്നെ മാ മഅകമിനൽ ഖുർആൻ, നിങ്ങളുടെ കൂടെ ഖുർആൻ എന്താ ഉള്ളതെന്ന് ചോദിക്കാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ പറയാൻ, ഇന്ന സൂറത്തുകൾ എനിക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയാണ്, ഞാൻ ഇവരെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു, താങ്കളുടെ അടുക്കലുള്ള ആ സൂറത്തുകൾ ഇവരെ പഠിപ്പിക്കാം എന്ന മഹറിൽ. അങ്ങനെ 20 സൂറത്തുകൾ അയാൾ എണ്ണിയെന്നാണ്. 20 സൂറത്തുകൾ പഠിപ്പിക്കാം എന്ന ആ വ്യവസ്ഥയിൽ മഹറിൽ ഇവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. അവിടെ അതാണ് പിന്നെ അവരാദ്യം വാഹിബത്തായിട്ടാണ് വന്നത്. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, വാഹിബത്തുകളെ കല്യാണം കഴിച്ചിട്ടില്ല. ഇതിൽ ഖൗലയെ കുറിച്ച് വിവാഹം കഴിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും പക്ഷേ വിവാഹം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാഹിബാത്തിനെ ഒന്നിനെയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ഇവരിന്ന് ഭാര്യമാരുണ്ടായിട്ടില്ല എന്നുള്ളത്. തയ്യിബ്. അപ്പോഴാണ് വംറഅതൻ മുഅ്മിനത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതൊക്കെ സ്ത്രീകളെ വിവാഹം കഴിക്കാം അതിൻ്റെ ആ ഗണങ്ങളെ പറയാണ് ഇവിടെ. 1, പിന്നെ 2 വമാ മലക്കത്ത് യമീനുക മിമ്മാ ഫഅള അലൈക, 3 വബനാതി അമ്മിക വബനാതി അമ്മാതിക വബനാതി ഖാലിക വബനാതി ഖാലാതി അല്ലാത്തി ഹാജർന മഅക, അത് പിന്നെ 3. പിന്നെ വംറഅത മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദ നബി അൻ യസ്തൻകിഹഹ. ഇത് 4. അവരിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അനുവദിച്ച് ഇവർ അങ്ങനെ വാഹിബാത്തുകൾ ഉണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അവരിൽ നിന്നൊരു ഭാര്യനെ സ്വീകരിച്ചിട്ടില്ല. ആ ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, ഇതാണ് അവിടെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ഷർത്തുകളുണ്ട്. അത് ഞാൻ പറയാം, അതിലേക്ക് പറയാം. ഇവിടെ വംറഅത മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി, ഒരു സ്ത്രീ പറയാണ് എന്നെ വിവാഹം കഴിച്ചോളി, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുന്നത് എനിക്ക് പൊരുത്താണ് മഹറില്ലാതെ എന്ന് ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്. അതാണ് ഇൻ വഹബത് നഫ്സഹാ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. പിന്നെ എന്താ പറഞ്ഞത്? ലിന്നബി. ഈ ആയത്തിന്റെ കഷ്ണമായിട്ട് ഇനി ആരും പോയിട്ട് തെളിവെടുക്കാൻ പാടുള്ളതല്ല. ഇത് ലിന്നബി, തീർന്നില്ല, അതൊരു ഷർത്ത്. ഇൻ അറാദ നബി, ഇൻ അറാദ നബി, അറബി ഭാഷയിൽ ഇൻ വഹബത് നഫ്സഹ എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഇവിടെ റസൂലുള്ളാഹി ഇന്നാ അഹ്ലൽനാ ലക എന്നല്ലേ, താങ്കൾക്ക് നാം അനുവദിച്ചിരിക്കുന്നു പറഞ്ഞ ആകെ തുടർച്ചയിലാണ് വരുന്നത്. ഇൻ വഹബത് നഫ്സഹ എന്ന് മതി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ വഹബത് നഫ്സഹ ലിന്നബി, പിന്നെ ഇൻ അറാദ അൻ യസ്തൻകിഹ എന്ന് പറഞ്ഞാൽ മതി. ഇൻ അറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചാൽ അൻ യസ്തൻകിഹ, അവരെ വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ അറാദ നബി, നബ്സി ഉദ്ദേശിക്കണം അൻ യസ്തൻകിഹ, അവരെ നിക്കാഹിലൂടെ പ്രാപിക്കാൻ, നിക്കാഹിലൂടെ അവരെ സ്വീകരിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമാണ്. ഇനി തീർന്നില്ല. അല്ലാഹു പറയുന്നത് ഖാലിസതൻ ലക് മിൻ ദൂനിൽ മുഅ്മിനീൻ, ഖാലിസതൻ ലക, ഈ സ്ത്രീ
ഖാലിസത്തല്ലക്ക് താങ്കൾക്ക് മാത്രമായി, താങ്കൾക്ക് ഖാലിസത്തായി മാത്രമായി, ഖാലിസത്തല്ലക്ക് മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇല്ലാതെ, മുഅ്മിനീങ്ങളെ കൂടാതെ, മുഅ്മിനീങ്ങളെ കൂടാതെ താങ്കൾക്ക് പ്രത്യേകമായി ഖാലിസത്തായി ഉള്ളതാണ് ഈ നിയമം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്ത്രീയെ സ്വീകരിക്കൽ എന്നാണ് പറയുന്നത്. ഈ സ്ത്രീയെ സ്വീകരിക്കൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് വിട്ടുവല്ലേ. അമ്മ ഏകവചനം, അമ്മാത്ത് ബഹുവചനം. ഇവിടെ അമ്മാത്തും ഖാലാത്തും ബഹുവചനം പ്രയോഗിച്ചു. അമ്മും ഖാലും എന്ത് ചെയ്തില്ല? ബഹുവചനം പ്രയോഗിച്ചില്ല, ഏകവചനം പ്രയോഗിച്ചു. അതെന്തുകൊണ്ട് ഇവിടെ അമാം എന്ന് പ്രയോഗിച്ചില്ല? ഇവിടെ എന്തുകൊണ്ട് അഖ്വാൽ എന്ന് പ്രയോഗിച്ചില്ല? ഇതേപോലെ ഇവിടെ ബഹുവചനം പ്രയോഗിച്ചതുപോലെ. അതിൻ്റെ കാരണം ഈ അമ്മ എന്നതും ഖാല് എന്നതും ഉണ്ടല്ലോ, ഈ അതിൻ്റെ പ്രത്യേകത അത് ഈ പിന്നെ ക്രിയാധാതുവിന് സമാനം എന്നാണ്. അമ്മത്ത് എന്ന് പറയുമ്പോൾ അവിടെ താവെന്ന്, ഖാലത്ത് എന്ന് പറയുമ്പോൾ താവെന്ന്. പക്ഷെ അമ്മിലും ഖാലിലും എന്തില്ല? ഈ ഒരു താ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മസ്ദറിന് സമാനമാണ് ഈ നാമങ്ങൾ എന്നാണ്. അമ്മ, ഖാൽ. അമ്മ എന്ന ക്രിയ ഉണ്ട്. അമ്മ, അമ്മ, തമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ പൊതുവിൽ, സാർവത്രികമായി, പൊതുവിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഖാല എന്ന് പറഞ്ഞെങ്കിൽ അതിനും അർത്ഥമുണ്ട്, അത് ക്രിയയാണ്. അതിൻ്റെ മസ്ദർ ഖാൽ. അതേപോലെ തന്നെ എന്ന് പറയും. അമ്മ എന്ന ക്രിയ, ഖാല എന്ന ക്രിയ, അതിൻ്റെ മസ്ദർ ക്രിയാധാതു എന്ന് പറയും, ഖാൽ എന്ന് പറയും. അതേപോലെ അമ്മിന് പിതൃ സഹോദരന് അമ്മ എന്ന് പറയും, മാതൃ സഹോദരനും ഖാൽ എന്ന് പറയും. അപ്പോൾ ഈ മസ്ദറും അതുപോലെ ഇസ്മും ഒരേ കൂറുവയിൽ വരുന്ന ഇത്തരം പദങ്ങൾക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഏകവചനവും ഉദ്ദേശമാണ്, ബഹുവചനവും ഉദ്ദേശമാണ്. അപ്പം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഏകവചനവും ഉദ്ദേശമാണ്, ബഹുവചനവും ഉദ്ദേശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വബനാത്തി അമ്മിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മമാരുടെ പെൺമക്കൾ എന്ന് അർത്ഥം പറയാം, അമ്മിൻ്റെ പെൺമക്കൾ എന്നും അർത്ഥം പറയാം. വബനാത്തി ഖാലിക നിങ്ങളുടെ മാതൃ സഹോദരൻ്റെ പെൺമക്കൾ എന്ന് പറയാം, മാതൃ സഹോദരങ്ങളുടെ പെൺമക്കൾ എന്നും അർത്ഥം പറയാം. അമ്മ ഖാല് എന്നതിന് ഏകവചനത്തിന്റെ ഉദ്ദേശമാകാം, ബഹുവചനത്തിന്റെ ഉദ്ദേശമാകാം. അതിന്റെ കാരണം വ്യാകരണ പ്രകാരം ഈ രണ്ട് പദങ്ങളും ക്രിയാധാതു മസ്ദറിനും പ്രയോഗിക്കും, അതേപോലെ തന്നെ ഇസ്മായിട്ടും പ്രയോഗിക്കും. ഇത്തരം ഇസ്മുകളെ സംബന്ധിച്ചിടത്തോളം വ്യാകരണത്തിൽ ഇതിന് ഏകവചനവും അർത്ഥമായിട്ട് ഉദ്ദേശിക്കാം, ബഹുവചനവും അർത്ഥമായിട്ട് ഉദ്ദേശിക്കാം എന്നുള്ളതാണ്. നഹ്വിൽ ഒരു വലിയ ചർച്ചയാണിത്. ഈ വിഷയത്തിൽ അല്ലല്ലോ എന്തുകൊണ്ട് അമ്മ പ്രയോഗിച്ചു, എന്തുകൊണ്ട് അമ്മാത്ത് പ്രയോഗിച്ചു, എന്തുകൊണ്ട് ഖാല് പ്രയോഗിച്ചു, എന്തുകൊണ്ട് ഖാലാത്ത് പ്രയോഗിച്ചു, അതിൽ രചന വരെയുണ്ട്, ഒരു പുസ്തക കിതാബ് വരെയുണ്ട്. വംറഅത്തുൻ മുഅ്മിനത്തുൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദ അൻ-നബി അൻ യസ്തൻകിഹഹ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഇവിടെ അപ്പം ഇതുവരെയാണ് എന്ത് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചവരുടെ ഗണം. അപ്പോൾ എന്ന് പറഞ്ഞേ ഇന്ന അഹ്ലൽനാ ലക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയണ എന്താ ഇത് പറഞ്ഞേ? യാ അയ്യുഹൻ നബിയു, താങ്കൾക്ക് നാം അനുവദിച്ചിരിക്കുന്ന ആരെ? ഒന്ന് ഭാര്യമാർ, നിലവിലുള്ള ഭാര്യമാർ. രണ്ട് വമ മലക്കത്ത് യമീനുക, അല്ലേ? പിന്നെ മൂന്ന് ഇവര് ബന്ധുക്കൾ, അല്ലേ? ഇവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകൾ, ഇവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിൽക്കി യമീനായി വന്നവ, ഇവ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കൾ. മൂന്നാമത്തെ ഗണം അതാണ് ബന്ധുക്കൾ. നാലാമത്തെ ഗണം വംറഅത്തൻ മുഅ്മിനത്തൻ വാഹിബാത്ത്, അല്ലേ? സ്വന്തത്തെ മഹർ വേണ്ട, നിക്കാഹിലൂടെ സ്വീകരിച്ചാൽ മതി, നിങ്ങളുടെ ഭാര്യമാരായി കഴിഞ്ഞാൽ മതി എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച സ്ത്രീകൾ. ഈ നാല് ഗണം അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിച്ചു. ഇത് അനുവദിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിൻത് ജഹ്ഷിനെ പോലുള്ളവരെ വിവാഹം കഴിച്ചപ്പോൾ, സൈനബ് റളിയല്ലാഹു പോലെ വിവാഹം കഴിച്ചപ്പോൾ ദത്തുപുത്രന്റെ മകനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരു കോലാഹലം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഈ കപട വിശ്വാസികൾ തെരുവിൽ തീരുമാനിക്കുന്ന അവസ്ഥ വന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹിന്റെ നബിയാണ്, ഈ നബി അള്ളാഹു തെരഞ്ഞെടുത്തതാണ്, റസൂലായി നബിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത നബിയാണ്. അതുകൊണ്ട് തന്നെ ഈ നബിക്ക് എന്ത് എന്നുള്ളത് ആര് തീരുമാനിക്കും? അള്ളാഹു തീരുമാനിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരുമാനിച്ച് തെരഞ്ഞെടുത്താണ്. അതിന്റെ അവസാനം പറയുന്നുണ്ട് ലിക്കൈ ലാ യകൂന അലൈക ഹറജുൻ എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള സെലക്ഷനാണിത്. പക്ഷേ അള്ളാഹു ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിച്ചിട്ടും
ഇതിൽ നിന്നൊന്നും എന്ത് ചെയ്തില്ല നബി തങ്ങൾ ഈ അനുവാദം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സ്ത്രീ റസൂലിനെ കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല. അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇത് വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്ത്രീ ലംബടനായി ഔദുബില്ല, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വികാര ജീവിയായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരെ അല്ലെങ്കിൽ 11 ഭാര്യമാരെ അതേപോലെ തന്നെ ഒരു മിൽക്കി യമീനെ സ്വീകരിച്ചത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരിത് പ്രചണ്ഡമായിട്ട് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചതിൽ ഏക കന്യക ആയിഷയുള്ളൂ, ഒരൊറ്റ കന്യകായിട്ടുള്ള ആയിഷയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വിധവകളാണ്. ചിലർ ഒന്നിലധികം ഭർത്താക്കന്മാരോടൊത്ത് ജീവിച്ച് അതിൽ നിന്ന് വേർപിരിഞ്ഞവരാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള, അതേപോലെ തന്നെ പിന്നെ സൈനബ് ബിൻത് ഖുസൈമ, അവരൊക്കെ ഒന്നിലധികം ഭർത്താക്കന്മാരെ കഴിയുന്നവരാണ് താങ്കൾ. അപ്പൊ എന്നിട്ടും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ സൗദ ബിൻത് സമ, അടുത്ത ആയത്തിൽ നമുക്കത് വരും. സൗദ ബിൻത് സമ റസൂലുള്ളാഹിനേക്കാൾ എത്രയോ പ്രായം കൂടിയ മഹദിയാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളാണ്. ബാക്കിയുള്ളവരൊക്കെ ഹഫ്സയാകട്ടെ, ഉമ്മു സലമയാകട്ടെ, ഒക്കെ ജുവൈരിയാകട്ടെ, സഫിയയാകട്ടെ, മൈമൂനയാകട്ടെ റളിയല്ലാഹു അൻഹൽ ജമീ, ഇവരൊക്കെയും ആയിഷ വെച്ച് ബാക്കിയുള്ളവരൊക്കെയും വിധവകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതേപോലെ വാഹിബാത്തുകൾ വരെ ഉണ്ട്. ആളുകൾ അവരുടെ പെൺമക്കളെ റസൂലിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന കാലമാണ്. പക്ഷെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ അനുവദിച്ച് ഇതെണ്ണി പറഞ്ഞിട്ടും റസൂൽ എന്ത് ചെയ്തില്ല, ഇതിൽ നിന്നും തൻ്റെ ഒരു വികാര പൂർത്തീകരണത്തിന് വേണ്ടി തൻ്റെ ഒരു സ്വാർത്ഥമായ വൈവാഹിക ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ആ നബിയെ കുറിച്ചാണ് പറയുന്നത്, ഭയങ്കര വികാരജീവിയായിരുന്നു, ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ദീനിനെ പ്രതിരോധിക്കാൻ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകുക. ഈ വിദണ്ഡവാദികൾ വാരി വിതറുന്ന അല്ലെങ്കിൽ വിസർജിക്കുന്നതൊക്കെ എത്ര വർജ്യവും മോശവുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇതുപോലത്തെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അത് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്, നാം അറിഞ്ഞിട്ടുണ്ട്, തീർച്ചയായും നാം അറിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും അലിന്ന നാം മനസ്സിലാക്കി, നാം അറിഞ്ഞു. എന്ത് നാം ഫറദാക്കിയത്, യാതൊന്ന് ഫറദിന നാം ഫറദാക്കി, നിശ്ചയിച്ചു, തീരുമാനിച്ചു, നിർബന്ധിച്ചു. അലൈഹിം അവരുടെ മേൽ, ഫറദിന അലൈഹിം അവരുടെ മേൽ നാം ഫറദാക്കിയത് ഖദഅലിന നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഫീ അസ്വാജിഹിം അവരുടെ അസ്വാജിന്റെ വിഷയത്തിൽ, അസ്വാജ് എന്ന ഭാര്യമാർ, അവരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ. വമാ മലകത് അയ്മാനുഹും അവരുടെ മിൽക്കി യമീനുകൾ, അവരുടെ ഐമാൻ വലതു കൈകൾ, മലകത്ത് ഉടമപ്പെടുത്തിയ യാതൊന്ന് വമാ മലകത്ത് ഐമാൻ എന്ന അവരുടെ മിൽക്കി യമീനുകൾ ആയിട്ടുള്ള ഭാര്യമാർ. ഇവിടെ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ് ഇതുവരെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്തവർ, വിശ്വാസികൾ, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖദ് അലിന്ന മാ ഫറദ്ന അലൈഹിം ഫി അസ്വാജിഹിം വമാ മലകത് ഐമാനുഹും. വിശ്വാസികളുടെ ഭാര്യമാർ, അവരുടെ മിൽക്കി യമീനുകൾ, അവരുടെ വിഷയത്തിൽ ഭർത്താക്കന്മാർക്ക് ബാധ്യതയാക്കിയത്, നിയമമാക്കിയത് നാം അറിഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊരു പ്രയോഗമാണ്. ഒന്ന്, അതിൽ ആദ്യത്തേത് ഇതാണ് ബ്രാക്കറ്റിലിട്ട് യാ അയ്യുഹൻ നബി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്, ആയിത്തിറങ്ങുന്നത്. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ്. ഇനി ലികൈല യകൂന അലൈക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന, താങ്കൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഹറജും യാതൊരു പ്രയാസവും. അപ്പൊ ഇത് എന്താണ്? ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണ്. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് ബാധ്യതയായത് എന്ത് എന്ന് പറയുന്നു ഉണ്ടോ? അപ്പൊ ഇതിന് എന്നാണ് ജുംല മുഅ്തരിദ എന്ന് പറയാം, ഇടവാചകം എന്ന് പറയാം. ജുംലത്തുൽ മുഅ്തരിദ എന്ന് പറയും, ഇടവാചകം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇടവാചകം ഇവിടെ അനുബന്ധമായി കൊണ്ടുവന്നതാണ്. ഒരു ചോദ്യം ഉണ്ടാവും, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത വിശ്വാസികളിലെ പുരുഷന്മാരുണ്ടല്ലോ, അവർക്കെന്ത് സ്വാഭാവികമാണ്,
അതല്ല പറയണ കഥ ഭാര്യമാരുടെ വിഷയത്തിൽ മിൽക്കി എന്നീന്റെ വിഷയത്തിൽ പുരുഷന്മാരുടെ മേൽ ബാധ്യതയാക്കിയത് എന്ത്, നിയമമാക്കിയത് എന്ത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നല്ല പറയുന്ന അതിന്റെ ഉദ്ദേശം. അള്ളാഹ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതല്ല, പിന്നെ അള്ളാഹു മനസ്സിലാക്കിയത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു വ്യക്താക്കിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പലയിടത്ത് അക്കാര്യം അള്ളാഹു വ്യക്താക്കിയിട്ടുണ്ട്. അവിടെ അതാണ് കഥ അലിന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹ് പറയുന്നത് നാം അറിഞ്ഞത് മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ വിധിയായി വ്യക്തമാക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റു വചനങ്ങളിൽ എന്താണ് മാ ഫറദിനാലഹിനുള്ളതിന്റെ ഉദ്ദേശം? അവരുടെ മേൽ നാം നിയമമാക്കിയത്, നിശ്ചയിച്ചത്. ഇപ്പോ ഒന്ന് പിന്നെ ഇപ്പൊ ഭാര്യമാരുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ ഒമാമലൊക്കെ തൈമാനവും ഇതിന്റെ വിഷയത്തിൽ അള്ളാഹു നിയമമാക്കിയത് എന്താ? അള്ളാഹു നിയമമാക്കിയത് ഇപ്പൊ ഇതില് ഭാര്യമാരുടെ വിഷയത്തിലാണെങ്കിൽ മഹർ ധാരുടെ ബാധ്യത പുരുഷന്റെ ബാധ്യതയാണ്. അസ്വാജിന്റെ മാ ഫറദന അലൈഹി ഭർത്താക്കന്മാരുടെ മേൽ ബാധ്യതയാണ് മഹർ. അതേപോലെ തന്നെ വൈവാഹിക ചെലവുകൾ, അതിനെ തുടർന്നുള്ള ചെലവുകൾ, നഫഖത്ത്, വൈവാഹിക ചെലവുകളും ജീവിത ചെലവുകളും ആരുടെ മേൽ ബാധ്യതയാണ്? പുരുഷന്മാരുടെ ബാധ്യതയാണ്. അതേപോലെ തന്നെ ഈ കല്യാണം കഴിക്കുകയാണെങ്കിൽ സാക്ഷിനെ അന്വേഷിക്കേണ്ടത് ആരാ? പുരുഷനാണ്. വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം? വലിയ വേണം അല്ലേ? വലിയനോട് ചെന്നിട്ടല്ലേ ചോദിക്കുക? പെണ്ണിനെ വലിയ വേണ്ടേ? വലിയനോട് ചെന്നിട്ട് അന്വേഷിക്കേണ്ട ബാധ്യത അവർ പുരുഷനാണ്. അതേപോലെ തന്നെ പിന്നെ സാക്ഷിനെ കൊണ്ടുവരണം. ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ വശാഹിദൈ അദ്ൽ. വലിയില്ലാതെ രണ്ട് നീതിമാന്മാരായ സാക്ഷികളില്ലാതെ നിക്കാഹില്ല. അപ്പൊ ഈ സാക്ഷികളെ അന്വേഷിക്കേണ്ടത് ആരാണ്? ഷാഹിദിനെ കൊണ്ടുവരേണ്ടത് ഈ പുരുഷനാണ്. അതേപോലെ തന്നെ ഇനി ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ അൽ ഖസം, അള്ളാഹു നിർബന്ധാക്കിയൊരു വിഷയമാണിത്. നീതി ദിവസങ്ങൾ വിഭജിക്കുമ്പോൾ, അതേപോലെ തന്നെ വിഭജിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകൾ ഇതൊക്കെ വിഭജിക്കണ്ടേ? ഇപ്പൊ ഒന്നിലേറെ ഭാര്യമാരുണ്ട് എങ്കിൽ ഒരു ഭാര്യയ്ക്ക് കൊടുത്തത് പോലെ തന്നെ മറ്റാൾക്ക് കൊടുക്കണം. വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും പാർപ്പിടാണെങ്കിലും ജീവിത സൗകര്യങ്ങളാണെങ്കിലും ഇവിടെ എത്രയാണോ അതേപോലെ തന്നെ അവിടെ. അതേപോലെ തന്നെ രാത്രി പങ്കിടുമ്പോ രാത്രി ഇവിടെ എത്രയാണോ അത്ര തന്നെ അവിടെ. അതാണ് ഖസം. അള്ളാഹു നിർബന്ധാക്കിയതാണ്. ഓരോരുത്തർക്ക് മാത്രം ചാരി ചില ആളുകളുണ്ടല്ലോ 2 കെട്ടൽ 1 കെട്ടൽ സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടത്, അതിന് ഭയങ്കര താല്പര്യമാണ്. അതേസമയം അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള സുന്നത്ത് അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അതില്ലെങ്കിൽ 5 നാളിലേക്ക് വരാൻ മാനം കെട്ടിട്ടായിരിക്കും. ഒരാളിലേക്ക് മാത്രം ചാഞ്ഞ് ജീവിച്ചിട്ടില്ലെങ്കിൽ അതേപോലെ ചാഞ്ഞിട്ടാണ് ഭർത്താവിന്റെ മുന്നിലേക്ക് വരിക, നേരെ വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അൽ ഖസം അത് ബാധ്യതയാണ്. രാവുകൾ പങ്കിടുന്ന വിഷയത്തിലാകട്ടെ, ജീവിത ചെലവുകൾ നൽകുന്ന വിഷയത്തിലാകട്ടെ തുല്യത ഉണ്ടായിരിക്കണം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ വിഷയമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ വിഷയമാണ്. ഇപ്പൊ മുസ്ലിം മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ആയത്തിൽ എന്തില്ല, എണ്ണത്തിന് പരിധി പറഞ്ഞിട്ടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ത് പാടില്ല? 4 പാടില്ല. അപ്പൊ ഇഖ്തിസാർ അലൽ അദദ്, അള്ളാഹു അനുവദിച്ച എണ്ണത്തിൽ പരിമിതപ്പെടൽ, എണ്ണത്തിൽ പരിമിതപ്പെടൽ, 4 പരിമിതപ്പെടൽ, അത് അള്ളാഹു നിർബന്ധാക്കിയ വിഷയമാണ്, നിശ്ചയിച്ച വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാ ഫറദിന അലൈഹിം, അവരുടെ പേര് പറഞ്ഞാല് മുസ്ലിം തങ്ങളല്ലാത്ത വിശ്വാസികളായ ഭർത്താക്കന്മാർ അവരുടെ മേൽ ഫർദാക്കിയത് നാം മനസ്സിലാക്കിയിട്ട് നാം വ്യക്തമാക്കിയിട്ട് എന്താണ് ആ ഫർദാക്കിയത്? ഈ കാര്യങ്ങളാണ്. ഫി അസ്വാജിമാരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ. അതുപോലെ തന്നെ മലക്ക തൈമാനും അവരുടെ യമീനുകൾ ഉടമപ്പെടുത്തിയത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൽക്കി യമീനായിട്ടുള്ള ഭാര്യമാർ, അടിമകളായിട്ടുള്ള ഇണകൾ. അടിമകളായിട്ടുള്ള ഇണകളാണ് പറഞ്ഞിട്ട് എത്രയോ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യഥേഷ്ടം സ്വീകരിക്കുക എന്നുള്ളത് പറ്റില്ല. പിന്നെയോ അടിമകളായിട്ടുള്ള സ്ത്രീകളാണ് മിൽക്കി യമീൻ വന്നിട്ടുണ്ട് എങ്കിൽ അവര് ഗർഭിണിയാണ് എങ്കിൽ അവരുടെ ഗർഭം പ്രസവിക്കാൻ കാത്തു നിൽക്കണം. അവരുടെ ഗർഭം പ്രസവിക്കാൻ അവർ കാത്തു നിൽക്കണം. അതേപോലെ തന്നെ അവര് ഇനി ഗർഭിണിയല്ല എങ്കിൽ തന്നെ അവരുടെ യുദ്ധകാലം അവർ യുദ്ധം ആചരിക്കണം.
എന്നിട്ട് അവരെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ സമ്മതം ചോദിക്കണം. ഇതിന് ഒരു മിൽക്കി യമീൻ ഒരാൾക്ക്, ഒരു അടിമ സ്ത്രീ അയാൾക്ക് ഒരു യുദ്ധ ഓഹരിയായി വന്നാൽ, ഒരു യുദ്ധ ഓഹരിയായിട്ട് ഒരു അടിമ സ്ത്രീ മിൽക്കി യമീൻ വന്നാൽ, എന്റെ മിൽക്കി യമീനാണ്, എന്റെ ഓഹരിയിലാണ് നട്ടായ അവളെ കയറി മേയാനും അതേപോലെ തന്നെ പിന്നെ ജീവിത പങ്കാളിയാക്കാനും ലൈംഗികമായി പ്രാപിക്കാനും അനുവാദമല്ല. പിന്നെയോ അവർ ഗർഭിണിയാണെന്ന് നോക്കണം, പ്രസവിക്കാൻ കാത്തു നിൽക്കണം. അതല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ തന്റെ ഭാര്യയായി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ യുദ്ധ കാലം കഴിയണം. പിന്നെ അവരുടെ അനുവാദം ചോദിക്കണം. സമ്മതമാണോ ഇല്ലേ? സമ്മതം ഇല്ല എങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. മിൽക്കി യമീനാക്കി വെക്കാം, പക്ഷെ അവരെ ജീവിത പങ്കാളിയാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ മിൽക്കി യമീൻ, ആ മിൽക്കി യമീനിന്റെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ, ബന്ധുക്കൾ മിൽക്കി യമീനായിട്ടുണ്ട് നോക്കുക. മിൽക്കി യമീനാണ് എങ്കിൽ ഇപ്പൊ ഇതിന്റെ സഹോദരി ഉണ്ട് ഇതൊക്കെ. ഇപ്പൊ ഒരു മിൽക്കി യമീൻ വന്ന് അതിന്റെ സഹോദരി ആളെടുത്തുണ്ട് നോക്കുക. അപ്പൊ ഇതിനെ പറ്റൂല, രണ്ട് സഹോദരിമാരൊപ്പം വെക്കാൻ പറ്റൂല. ഇനി ഈ മിൽക്കി യമീനിന്റെ ഉമ്മ ഉണ്ട് നോക്കുക. അപ്പൊ ഇത് മകളാണ്, പറ്റൂല. ഇത് മിൽക്കി യമീൻ വന്നു, അത് മകളാണ്, ഉമ്മ അല്ല, മിൽക്കി യമീൻ ഉമ്മയാണ്, മകളി ആളെടുത്തുണ്ടെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ ഒരു അടിമ സ്ത്രീയെ ഭാര്യയാക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഫറളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു വ്യക്താക്കിയിട്ടുണ്ട്. അതൊക്കെ പാലിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് മറ്റു ആളുകളുടെ മേൽ മുസ്ലിം മതങ്ങളല്ലാത്തവരുടെ മേലുള്ള വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇടവാചകമായിട്ട് അനുബന്ധമായിട്ട് ഉണർത്തിയത്. മിൽക്കി യമീനിന് വലിയ സാക്ഷ്യം വേണ്ട. കാരണം എന്തുകൊണ്ട്? അത് ഇയാളെ പരിധി തന്നെയുള്ളതാണ്. മിൽക്കി യമീൻ ഉണ്ടല്ലോ, ഒരടിമ സ്ത്രീയാണ്. അടിമ സ്ത്രീ യുദ്ധം സ്വത്തുക്കൾ ഓഹരി വെക്കുമ്പോ ഓഹരിയിൽ വരുന്ന വിഹിതല്ലേ. അതിനാരുണ്ടാവില്ല, അതിന്റെ വാപ്പയാരും ബന്ധുക്കൾ ഉണ്ടാവില്ല. ഈ സയ്യിദല്ല, ഈ യജമാനല്ലാതെ. അപ്പോ അയാൾക്ക് ഈ മിൽക്കി യമീനിനെ എന്ത് ചെയ്യാം? തന്റെ വീട്ടിലെ പിന്നെ ആവശ്യങ്ങൾക്ക് സേവകയായിട്ട് മറ്റൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഭാര്യയായിട്ട് കൂടെ കിടക്കണം എന്നുണ്ടെങ്കിൽ പറ്റൂല. ഭാര്യയാക്കണമെങ്കിൽ എന്ത് വേണം? അവളുടെ സമ്മതം ചോദിക്കണം ആദ്യം. സമ്മതത്തിനപ്പുറം പിന്നെ എന്ത് വേണം? പിന്നെ നോക്കണം, അവള് യുദ്ധകാലം ആചരിക്കേണ്ടതുണ്ട്, ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ വിഷയങ്ങൾ. മഹർ, പിന്നെ അവർ മഹർ, അവർക്ക് ജീവിതം മഹർ നിശ്ചയിക്കണം. ഈ മഹർ വേണ്ട, അവർ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ മഹർ ഒഴിവാക്കാൻ അന്വേഷിക്കും. മഹർ ഇല്ലാതെ നിക്കാഹ് നടക്കും. അതിപ്പോ സ്വതന്ത്ര സ്ത്രീയുടെ വിഷയത്തിൽ വരെ നടക്കും, നിക്കാഹ് നടക്കും. അപ്പൊ അതല്ല പറഞ്ഞത്. ഈ പിന്നെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇണയെ സ്വീകരിക്കുമ്പോൾ ഫറളാക്കിയ നിശ്ചയിച്ച നിയമമാക്കിയ വിഷയമാണ്. പിന്നെ അത് അല്ല പറയുന്നത് കഥാലിന്ന നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം അല്ലാതെ മനസ്സിലാക്കിയ ആളുകളല്ല. അള്ളാഹു മനസ്സിലാക്കിയിട്ട് അതിന്റെ വിധി വിലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. അത് ഇവിടെ ഒരു മൊത്തത്തിൽ പറഞ്ഞു ഒരു ചെറിയ ഇടവാചകമായിട്ട്. കാരണം ഇവിടെ ഉദ്ദേശം എന്താ? ഇവിടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിച്ചതിന്റെ വിഷയം വിശദീകരിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക, നബിയെ അങ്ങേക്ക് നാം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അനുവദനീയമായവയുടെ ഈ ഗണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കിയത് അത് ലിഖൈലാ യകൂന, ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അലൈക്ക എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് തങ്ങളെ വിളിച്ചിട്ടല്ല പറയണം, താങ്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹറജുൻ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ പ്രയാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് ഒരു ജീവിത സഖിയെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെയുള്ള തനിക്ക് അനുവദനീയമായതിനെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിലാരെങ്കിലും പിന്നെ ആക്ഷേപിക്കും, കുറ്റപ്പെടുത്തും എന്നുള്ള ഒരു പ്രയാസം ചോദിക്കാം. അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്ത് എന്നതിനൊക്കെ ഇത് ഉണർത്തുന്നത്. ഈ അള്ളാഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അള്ളാഹു ഗഫൂർ റഹീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാകുന്നു, റഹീമാകുന്നു. ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ. അത് എണ്ണത്തിലും വണ്ണത്തിലും തെക്ക് എത്ര വണ്ണമുള്ളതാണെങ്കിലും
എണ്ണമുള്ളതാണെങ്കിൽ അള്ളാഹു ഒക്കെ പൊറുക്കും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമാകുന്നു. അള്ളാഹുവിന്റെ റഹീം അത് വിശാലവും വിപുലവുമാകുന്നു. അതുകൊണ്ടാണ് റഹീം. ഈ വകാന അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറും റഹീം ആകുന്നു. പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതിന്റെ ഈ ഇവിടെ ഓരോ ഷർത്തുകളുണ്ടല്ലോ. ഇന്ന അഹ്ലൽനാലക അസ്വാജക് അല്ലാത്തി ആഫീത ഉജൂറൻ, അതൊരു ഷർത്താണ് അല്ലെ. പിന്നെ വമാ മലക്കത്ത് യമീനു, അതിന്റെ ഒരു ഷർത്ത് സുമ്മാഫ അല്ലാഹു അലൈഹി അല്ലെ. പിന്നെ ഇത് പറഞ്ഞു ഒബനാത്തി അമ്മിക്ക ഒബനാത്തി അമ്മാത്തിക്ക ഒബനാത്തി ഖാലിക്ക ഒബനാത്തി ഖാലാത്തിക്ക എന്നൊരു ഷർത്ത് പറഞ്ഞു. അല്ലാത്തി ഹാജറിന് അല്ലെ. ഒമ്രഹത്തൻ എന്നിട്ട് ഷർത്ത് പറഞ്ഞു ഇന്ന് വഹബത്ത് നഫ്സഹ ലിന്നബി ഇൻ അറാദ നബി അൻ യസ്തൻകിഹ അല്ലെ. ഖാലിസത്തിലൊക്കെ മുൻതൂങ്ങുന്നു. 4 ഷർത്തുകൾ പറഞ്ഞിട്ടാണ് ചെയ്തത്. 4 നിബന്ധനകൾ പറഞ്ഞിട്ടാണ് ചെയ്തത് ഈ കാര്യങ്ങൾ അനുവദിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഈ അടുത്ത ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ആ ഒരു കാര്യം നടത്താം ഇൻഷാ അല്ലാഹ്.